ഹായ് ഫ്രണ്ട്സ്, യാസിൻ കാണിക്ക് സ്വാഗതം. ഞാൻ കുറച്ച് എപ്പീഷ്യ പ്ലാന്റ്സാണ് കാണിക്കുന്നത്. അതിന് വെറൈറ്റീസൊക്കെ ഒന്ന് കാണിക്കുകയാണ്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള നടന്നു പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്, മണ്ണെടുക്കുന്നതൊക്കെ കാണിക്കുന്നത്. ഇത് പിങ്ക് കളറുള്ളൊരു എപ്പീഷ്യയാണ്. ഇത് വെലുട്ടിൻ്റെ പോലത്തെ പച്ച ഇലകളായിട്ട് അതിൽ റോസ് പൂക്കളാണ് ഉണ്ടാവുക. നല്ല പിങ്കായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും. ഇത് എല്ലാവരുടെയും സാധാരണ കാണുന്ന എപ്പീഷ്യ തന്നെയാണ്. അതേപോലെ തന്നെ പിങ്ക് ഫ്ലവർ ഉണ്ടാവണ ഇതൊക്കെ സാധാരണ നാടൻ വെറൈറ്റീസാണ്. ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഹാങ്ങിങ് ബോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നിറയെ ഫ്ലവർ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനൊരു പച്ച ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു വേറെ വെറൈറ്റിയാണ്. ഇതിലൊക്കെ റെഡ് ഫ്ലവറാണ് ഉണ്ടാവുക. ഇത് വേറൊരു പിങ്ക് ഷെയ്ഡിലാണ്. ഇത് മലഞ്ചം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് വളർന്നു വരുന്നുള്ളൂ. ഇതിൻ്റെ വലുതൊക്കെ കുറേ മുന്നേ സെയിലായി പോയത് കാരണം പിന്നെ ചെറുതിപ്പോൾ വളർന്നു വരുന്നുള്ളൂ. ഇവിടെ പിങ്കിൻ്റെ ഷെയ്ഡ് 3 ടൈപ്പാണുള്ളത്. ഇത് സ്ട്രോബെറി റിബ് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ ഒരു ഓറഞ്ചും മഞ്ഞയും പോലെ ഒരു റെഡ് അങ്ങനെ ഒരു കളറുള്ള പൂക്കൾ അതിലുണ്ടാവുക. ഇതിൽ ശരിക്കും ചുവപ്പല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. ഇത് നല്ല തിക്കായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ കുറച്ച് ചെറിയ ചെടിയാണ്, കുറച്ചേ ഉള്ളൂ. ഇത് യെല്ലോ ആണ്. ഒരു കോഫി കളറ് പോലത്തെ ഇലയിൽ ഒരു മഞ്ഞ ഫ്ലവറാണ്. എപ്പീഷ്യ സൗമ്യ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഓരോ എപ്പീഷ്യയ്ക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട്. ഇതിൽ എല്ലാത്തിനും പേരൊന്നും എനിക്കറിയില്ല, കുറച്ചൊക്കെ പേരുകളാണ് അറിയുക. ഇവിടെ മഞ്ഞ 3 ടൈപ്പാണ് ഉള്ളത്. ഇതൊരു സിൽവർ കളറിൽ കയറി വരുന്ന ഒരു നടുകിലേക്കായിട്ട് അങ്ങനെയുള്ള ടൈപ്പാണ്. ഇതിനും റെഡ് ഫ്ലവർ തന്നെയാണ്. ഇതിനും നല്ല റെഡാണ് ഇതിൻ്റെ ഫ്ലവർ. പിന്നെയുള്ളത് ആദംസ് റിബ് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇങ്ങനെ നടുകിലായിട്ട് ഇതിൻ്റെ സിൽവർ കളറും ചുറ്റും ഒരു തരം ആഷ് കളർ ഡാർക്ക് കളറായിട്ടുള്ളൊരു കളറാണിത്. നല്ല റെഡ് ഫ്ലവർ തന്നെയാണ് ഇതിനും ഉണ്ടാവുന്നത്. ഒരുവിധം എല്ലാത്തിനും റെഡ് ഫ്ലവർ തന്നെയാണ്. പിന്നെ ചിലതൊക്കെയാണ് ഓറഞ്ച് മഞ്ഞ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പിന്നെ വെള്ള ഉണ്ട്, വയലറ്റിൻ്റെ ഉണ്ട്. ഇത് സാധാരണ ടൈപ്പ് തന്നെയാണ്. ഇതിങ്ങനെ എപ്പീഷ്യയിൽ ഇങ്ങനെ ഇലകളിൽ ഇങ്ങനെ കേട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കേടെല്ലാം ഇലയ്ക്ക് പടർന്നു പോവും. മുറിച്ച് മാറ്റണം. ഇത് ഫസ്റ്റ് കാണിച്ച സിൽവർ കളർ തന്നെയാണിത്. ഇതാണ് വേറൊരു യെല്ലോ. ഇതിൽ അത്ര തന്നെ ആ സിൽവർ കളർ ഉണ്ടാവില്ല. പച്ചയിൽ ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു വരകളെ നടുവിലുണ്ടാവുള്ളൂ. ഇതിൽ എല്ലാ പൂക്കളും ഉണ്ടാവുക. പിന്നെ സാധാരണ എല്ലാവരുടെയും കാണുന്ന യെല്ലോ ആണിത്. ഇതിൽ കുറച്ചിങ്ങനെ ലൈറ്റ് പച്ചയിൽ ഇങ്ങനെ സിൽവർ കളറും കൂടി ഉള്ള നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിലുള്ളത്. നല്ല ഷെയ്ഡോ നല്ലൊരു തിളക്കൊക്കെ ഉണ്ട് ഇതിന്. ഇത് നമുക്ക് വെർട്ടിക്കൽ പോട്ടിലൊക്കെ വെക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഇതിൻ്റെ തൈകളെ പിടിപ്പിക്കാൻ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു തളിർപ്പ് വന്നിട്ട് അതിലാണ് പിന്നെ തൈകൾ ഉണ്ടാവുക. ആ തൈ മുറിച്ച് നട്ടാൽ തന്നെ വേഗം പിടിച്ച് കിട്ടും. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടൊരു ഇല, അതിൻ്റെ ലീഫ് അങ്ങനത്തെയാണ്. പിന്നെ റെഡ് ഫ്ലവർ തന്നെയാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഒരു ഗോൾഡ് ഷെയ്ഡൊക്കെ ആയിട്ട് നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത് സാധാരണ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് മണ്ണെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് ചകിരിച്ചോറും ചേർത്തിട്ടില്ല. അങ്ങനെ ഇത് പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു കോഫി കളറിൽ റെഡ് ഫ്ലവർ ഉണ്ടാവണതാണ്. പതിനെട്ട് വെറൈറ്റി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എപ്പീഷ്യ. ഇതിന് പോട്ടി മിക്സിന് താഴെ കുറച്ച് കരിയിലൻ്റെ കൂടി ചേർത്തിട്ടുണ്ട്. കരിയില പൊടിച്ച പൊടിയും കൂടി ചേർത്തിട്ടാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒരുപാടൊന്നും ആഴത്തിലുള്ള വേരില്ല. അത് കാരണം കുറച്ച് മണ്ണ് മതി. അങ്ങനെ പരന്ന ടൈപ്പ് പോട്ടിൽ നടുകയാണ് നല്ലത്. ഇതെൻ്റെ വൈറ്റാണ്. ഇത് ഒരു ചെടിയേ ഉള്ളൂ. ഇതിൽ ഫ്ലവർ വന്നതാണിത്. നല്ല വെൽവെറ്റിൻ്റെ പോലത്തെ ഇതളകളാണ് ഇതിൻ്റെ.
എപ്പിഷിക്ക് ഒരുപാട് വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് വെയിലിട്ട് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ഒരു ചെറിയൊരു ഷെയ്ഡ് വെളിച്ചം കിട്ടിയാൽ മതി ഇതിന് തണുപ്പാണ്, നല്ല തണുപ്പ് കിട്ടുമ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിൽ പിങ്ക് ഫ്ലവറാണ് ഉണ്ടാവുക. ഇത് ഫസ്റ്റ് കാണിച്ച ആ സിൽവർ കളറിൻ്റെ വേറെ ടൈപ്പാണ്. ഇത് നിറയെ ഇങ്ങനെ ബ്രൗൺ കളർ വന്നിട്ട് പിന്നെ കുറച്ച് സിൽവർ കളറുള്ള ടൈപ്പാണ്. ഇതിൽ നല്ല റെഡ് ഫ്ലവർ ഉണ്ടാവും. ഈ എപ്പിഷിക്ക് നല്ല തണുപ്പും തണലൊക്കെയാണ് വേണ്ടത്. ഒരു ഇത്തിരി വെളിച്ചം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും. ഒരുപാട് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ ഒക്കെ പുളിപ്പിച്ച് തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. 2 ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഫ്ലവർ കിട്ടും. ചാണകം ഒക്കെ പാടെ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട്. ഒരുപാട് മഴയത്ത് വയ്ക്കുമ്പോൾ ഒരു ചെടിയൊക്കെ ഉള്ള വേഗം ചീഞ്ഞു പോകും. കുറേ ചെടികളുണ്ടെങ്കിൽ ചീഞ്ഞു പോകാറില്ല. ഇത് അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. പച്ച അങ്ങനെ ഇടകലർന്നിട്ടുള്ളൊരു കളറാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. നിറയെ പൂക്കളുണ്ടാവാറുണ്ട് ഇതിൽ. ഇത് വെള്ളടേൻ്റെ വേറെ തൈയാണിത്. നല്ല വെൽവെറ്റിൻ്റെ പോലത്തെയാണ് ഇതിൻ്റെ ഇലകൾ. പിന്നെ വയലറ്റാണുള്ളത്. ഇത് വയലറ്റാണ്, എമറാൾഡ് വെൽവെറ്റ് എന്നൊക്കെ പറയും ഇതിന്. ഇത് നല്ല വയലറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഫ്ലവറില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.